വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്നും നാളെയും തുടരും. 100-ലേറെ പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. വെള്ളിയാഴ്ച വരെ ചാലിയാറിൽ തെരച്ചിൽ തുടരും. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നു. കമലേഷ്, ഇന്നത്തെ തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? ലിബീഷ്, ഇന്ന് തെരച്ചിൽ ഇന്നും തുടരുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസത്തേതുപോലെ വലിയ ഒരു ജനകീയ തെരച്ചിൽ എന്ന് പറയാനാവില്ല. ഒരു 500ഓളം ആളുകൾ മാത്രമാണ് ഇന്ന് തെരച്ചിൽ നടത്തുന്നത്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള എല്ലാ മേഖലകളിലും തെരച്ചിൽ തുടരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ തെരച്ചിലിൻ്റെ ഭാഗമായി ഫയർഫോഴ്സിന് ഒരു 4 ലക്ഷം രൂപ ഈ ദുരന്ത പ്രദേശത്ത് നിന്നും ലഭിച്ചു എന്നതാണ്. ഒരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയ നിലയിൽ 4 ലക്ഷം രൂപ, അതായത് 500-ൻ്റെയും 100-ൻ്റെയും നോട്ടുകളായി കെട്ടിവെച്ച നിലയിൽ ഒരു 4 ലക്ഷം രൂപയാണ് ഫയർഫോഴ്സിന് ലഭിച്ചിട്ടുള്ളത്. ഇത് ഇപ്പോൾ കൺട്രോൾ റൂമിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ബെയിലി പാലത്തിൻ്റെ താഴെയുള്ള ഒരു ചെറിയ പാലം കഴിഞ്ഞ ദിവസം ഒരു കുത്തൊഴുക്കിനെ തുടർന്ന് അത് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബെയിലി പാലത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊരു പരിശോധന കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ഈ ബെയിലി പാലത്തിൻ്റെ ബലം, അതായത് ഇതിൻ്റെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് അത് കുറച്ചുകൂടി ബലപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങളും ഇന്ന്, അല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങളും ഇന്ന് നടക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മറ്റൊന്ന്, ഈ ഉരുൾപൊട്ടലിൻ്റെ അടക്കം പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പ്രദേശത്ത് ഓൺലൈനായും ഓഫ്ലൈനായും എല്ലാം തന്നെ ചില പരിസ്ഥിതി സംരക്ഷണ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നും അത്തരത്തിലുള്ള ചില പരിസ്ഥിതി സംരക്ഷണ സമ്മേളനം ഈ വയനാട് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നതാണ്. അതിൽ ഇന്നിപ്പോൾ മാധവ് ഗാഡ്ഗിൽ പ്രധാനപ്പെട്ട അതിഥിയായി ഓൺലൈനായി ഈ സമ്മേളനത്തിൽ ചേരുന്നു. പ്രധാനമായും ഈ തുരങ്കപാത ഒഴിവാക്കുക, അതുപോലെ തന്നെ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കുക തുടങ്ങിയ വിഷയങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ സമ്മേളനങ്ങളും ചേരുന്നത്. ഈ സമ്മേളനങ്ങളും ഇതിൻ്റെ ഭാഗമായി തന്നെ ഒരു വശത്ത് നടക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്നിപ്പോൾ വലിയ നിലയിലുള്ള ഒരു തെരച്ചിലില്ല. കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ കൂടുതൽ ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള തെരച്ചിലല്ല. ഏതാണ്ട് 500ഓളം ആളുകൾ മാത്രമാണ് ഫയർഫോഴ്സിൻ്റെയും മറ്റ് NDRFൻ്റെയും അടക്കം സംഘങ്ങളിലെ ചുരുക്കം ഉദ്യോഗസ്ഥർ മാത്രം, അതായത് ആളുകളെ ചുരുക്കിക്കൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. ഈ ദുരന്തമുണ്ടായിട്ടുള്ള എല്ലാ പ്രദേശങ്ങളിലും വ്യാപകമായി തെരച്ചിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ ബന്ധുക്കളാണ് പ്രധാനമായും ഈ വീടുകൾ നിന്നിരുന്ന സ്ഥലങ്ങളൊക്കെ കാട്ടിക്കൊടുക്കുന്നത്. അത്തരത്തിൽ വീടുകൾ നിന്നിരുന്ന സ്ഥലങ്ങളടക്കം കുഴിച്ചു നോക്കിയും അല്ലാതെയും ഒക്കെ തെരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെയായും അവിടെ നിന്നും പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 2 ഘട്ടങ്ങളിലായി ഈ തെരച്ചിൽ ഇപ്പോൾ ഇതിനകം നടന്നു കഴിഞ്ഞു. ഇനിയും ഈ ബന്ധുക്കൾ ആവശ്യപ്പെട്ടാൽ കൂടുതൽ തെരച്ചിൽ നടത്തും എന്ന് തന്നെയാണ് ഇവിടെ നിന്നും ഈ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ലിബീഷ്. ശരി കമലേഷ്.